Hi students, SLC IT മോഡൽ എക്സാം അതേപോലെ മിഡ് ടേം എക്സാമിലേക്ക് തിയറി ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇങ്ക്സ്കേപ്പിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഒപ്പാസിറ്റിയുടെ അളവിൽ കുറവ് വരുത്തിയാൽ അതെന്താണ് സംഭവിക്കുക? അപ്പോൾ ഇവിടെ അതിന്റെ ആൻസർ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ നിറത്തിന്റെ കടുപ്പം കുറയും. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒപ്പാസിറ്റി കൊടുക്കുന്ന സമയത്ത് അവിടെ അതിന്റെ ഒബ്ജക്റ്റ് കുറയുന്നതായിട്ട്. അപ്പോൾ ഇവിടെ അത് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിലെ ഒപ്പാസിറ്റിയുടെ അളവ് വ്യത്യാസപ്പെടുത്തി ഒബ്ജക്റ്റുകൾക്ക് നൽകിയ നിറത്തിന്റെ കടുപ്പത്തിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഈ ഒരു ആൻസർ നമുക്ക് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിലെ ഒരു ചിത്രത്തിന്റെ വലുപ്പം 100x150 പിക്സൽ ആണ്. ഈ ചിത്രത്തിൽ y അക്ഷത്തിൽ എത്ര പിക്സലുകൾ ഉണ്ടായിരിക്കും? അപ്പൊ അത് നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യം തന്നിട്ടുണ്ട് ആ ഒരു ഭാഗം. ഇപ്പൊ ഇവിടെ 800x600 സൈസുള്ള ചിത്രത്തിൽ x അക്ഷത്തിൽ 800ഉം y അക്ഷത്തിൽ 600ഉം പിക്സലുകൾ ഉണ്ടായിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? 100x150 എന്ന് പറഞ്ഞു. അപ്പൊ y അക്ഷത്തിലെ ചോദിച്ചത്. അപ്പൊ നമ്മൾ ഏതാ കൊടുക്കേണ്ടത്? 150 എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അതല്ല നമ്മളോട് ഇത് രണ്ടും കൂടി കൂടിയുള്ളതാണെങ്കിൽ ഇങ്ങനെ 4,80,000 എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് 15,000 ആയിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് വായിച്ചിട്ട് അതുപോലെ ആൻസർ ചെയ്യാം. ഇപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് 150 ആണ്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു വൃത്തം വരച്ച ശേഷം സ്റ്റാർട്ട് എന്ന ഫീൽഡിൽ 180ഉം എൻഡ് എന്ന ഫീൽഡിൽ 0യും നൽകിയാൽ നമുക്ക് കിട്ടുന്നത് ഹാഫ് സർക്കിൾ ആണ്. നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഹാഫ് സർക്കിൾ തന്നിട്ടുണ്ട് സിയില്. അപ്പൊ അത് ഹാഫ് സർക്കിൾ എന്നാണ് കൊടുക്കേണ്ടത്. ബിഗ് മാപ്പ് ചിത്രങ്ങളെക്കാൾ SVG ചിത്രങ്ങൾക്കുള്ള മേന്മ എന്താണ്? നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം. വലുതാക്കിയാലൊന്നും അതിന്റെ വ്യക്തത നഷ്ടപ്പെടില്ല. പദം ടെക്സ്റ്റിന്റെ ആദ്യ ഭാഗത്തുണ്ട്. SVG എന്നുള്ളതിന്റെ ഫുൾ ഫോം പഠിക്കാനുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. SVG സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ബിഗ് മാപ്പ് ചിത്രങ്ങൾ രാസ്റ്റർ ചിത്രങ്ങളും SVG ചിത്രങ്ങൾ വെക്ടർ ചിത്രങ്ങളുമാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ അത് നോക്കി വെക്കാനുണ്ട്. ഇങ്ക്സ്കേപ്പ്, ലിബ്രെ ഓഫീസ് ഡ്രോ, കാർബൺ, അഡോബ് ഇലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ മുതലായ വെക്ടർ ഇമേജിംഗ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ ഇങ്ക്സ്കേപ്പ്, ലിബ്രെ ഓഫീസ് എന്നുള്ളത് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളാണെന്നുള്ളത് ഈ ഒരു ഭാഗം നോക്കി വെക്കാനുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ആൻസർ ബി ആണ്. വ്യക്തത നഷ്ടപ്പെടുത്താതെ ഇവയുടെ വലുപ്പം മാറ്റാൻ കഴിയും. SVG ചിത്രങ്ങൾക്കുള്ള പ്രത്യേകത. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ഒരു ചിത്രമാണ് മുകളിൽ കാണുന്നത്. ഒബ്ജക്റ്റിന്റെ ബോർഡർ നിറം മാറ്റാൻ ചുവടെ നൽകിയിരിക്കുന്ന ഏത് മാർഗമാണ് ഉപയോഗിക്കുക? അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ഒബ്ജക്റ്റില് ഫിൽ ആൻഡ് സ്ട്രോക്കില് സ്ട്രോക്ക് പെയിന്റ്. അപ്പൊ ആ സ്ട്രോക്ക് പെയിന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ആ ഒരു സ്ക്വയറിന്റെ ബോർഡർ കളയാൻ പറ്റും. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ച ലൈറ്റ് ഹൗസിന്റെ 2 ചിത്രങ്ങളാണ് ഇവിടെ നൽകുന്നത്. ഇതിൽ ആദ്യത്തെ ചിത്രത്തിന് പ്രകാശത്തിന് മാറ്റം വരുത്തി രണ്ടാമത്തത് പോലെ ആക്കണം. ഇതിന് അനുയോജ്യമായി ഇവിടെ നിങ്ങൾക്ക് കാണാം ഒന്ന് ബ്ലർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ബ്ലർ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ബിയില് ഫിൽ ആൻഡ് സ്ട്രോക്കില് ബ്ലർ. അങ്ങനെയാണ് ഈ ഒരു ഇമേജ് 1നെ നമ്മൾ ഇമേജ് 2 ആക്കി മാറ്റുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചിത്രം PNG ഫോർമാറ്റിലേക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം? അതുപോലെ തന്നു ഫയലില് എക്സ്പോർട്ട് PNG എന്നുള്ളത്. നമ്മളത് ക്വസ്റ്റ്യനിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയ ഒരു ഒബ്ജക്റ്റിന്റെ നീളവും വീതിയും ഒരേ അനുപാതത്തിൽ ചെറുതാക്കാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഉപയോഗിക്കേണ്ട കീകൾ എന്തെല്ലാമാണ്? അപ്പൊ നമ്മളത് കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ചെയ്യുന്നതാണ്. Ctrl+Shift കീ പ്രസ് ചെയ്തിട്ട് നമ്മൾ മൗസ് യൂസ് ചെയ്തിട്ട് അതിനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വരച്ച ഒരു പിക്ചറിന്റെ അതേ രീതിയിൽ തന്നെ നമുക്കതിനെ ചെറുതാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ്? Ctrl+Shift എന്നുള്ള ബട്ടൺ ആണ്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒരു ചതുരവും വൃത്തവും ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിത്രമാണ് ഇമേജ് 1ൽ നൽകിയിരിക്കുന്നത്. ഇതിനെ ഇമേജ് 2ൽ കാണുന്നത് പോലെ ചിത്രമാക്കുന്നതിന് ഉപയോഗിച്ച മാർഗം ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പാത്തിലെ ഡിഫറൻസ്. സർക്കിളും ഉണ്ട് അതുപോലെ സ്ക്വയറും ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ രണ്ടും സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം പാത്ത് ഡിഫറൻസ് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചത് പാത്ത് ഡിഫറൻസ് എന്നാണ്. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ഒരു ചിത്രത്തിന് മാതൃകയിലുള്ളതുപോലെ നിഴലും വെളിച്ചവും നൽകുന്നതിന് ഏറ്റവും അനുയോജ്യമായ ടൂൾ ഏതാണ്? അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് ഗ്രേഡിയന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സിലിണ്ടറിന് ഒരു വക്രമുഖവും വൃത്താകൃതിയിലുള്ള 2 അഗ്രമുഖങ്ങളുമാണല്ലോ ഉള്ളത്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു സിലിണ്ടർ വരച്ചിരിക്കുന്നു. ചിത്രം നിരീക്ഷിച്ച ശേഷം ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. അപ്പൊ നമുക്കിവിടെ കാണാം അഗ്രമുഖത്ത് റേഡിയൽ ഗ്രേഡിയന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വക്രമുഖത്ത് എന്ത് ഗ്രേഡിയന്റ് കൊടുത്തിരിക്കുന്നത്? ലിനിയർ ഗ്രേഡിയന്റ് ആണ്. അപ്പൊ ലിനിയർ ഗ്രേഡിയന്റ് എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. ഇനി അടുത്തത്, ചിത്രം എയിലെ വൃത്തങ്ങളെ ചിത്രം ബിയിലേതുപോലെ മാറ്റാൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ പാത്ത് മെനുവുള്ള ഏത് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്? അപ്പൊ നമ്മളിവിടെ തന്നതുപോലെ 2 സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്യാണ്.
ഒരു സർക്കിളും കൂടി വേണമെങ്കിൽ അത് എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് സർക്കിള്, ഈ രണ്ട് സർക്കിളിനെയും വെച്ചിട്ട് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് പാത്തില് യൂണിയൻ കൊടുത്താൽ ഇത് രണ്ടും കൂടി ഒരുപോലെ ഒരു ഇമേജ് ആയിട്ട് മാറും. അപ്പൊ ഇതാണ് ഒന്നാമത്തത്. നമ്മൾ അതിനെ അൺഡു ചെയ്യുന്നു. ഇത് ഇങ്ങനെ യൂണിയൻ മാറ്റി. ഇനി നമ്മൾ അടുത്തത് വീണ്ടും ഇതിനെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ രണ്ടിനെ സെലക്ട് ചെയ്തിട്ട് പാത്തില് ഡിഫറൻസ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഭാഗം, ഈ ഒരു സർക്കിൾ ഇരുന്ന രണ്ടാമത്തെ സർക്കിൾ ഇരുന്ന ഭാഗം ഇങ്ങനെ പോയിട്ടുണ്ടാവും, ആ ഒരു ഭാഗം ഉണ്ടാവില്ല. അപ്പൊ അതാണ് പാത്ത് ഡിഫറൻസ്. മറ്റേത് ആദ്യം നമ്മൾ ചെയ്തത് പാത്ത് യൂണിയൻ ആണ്. ഇനി അടുത്തത് ഇത് രണ്ടും സെലക്ട് ചെയ്തു. നമ്മൾ പാത്തില് ഇന്റർസെക്ഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇന്റർസെക്ഷൻ എന്നുള്ള ഓപ്ഷൻ എവിടെയാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് ആ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റുള്ളവ പോയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആൻസർ എന്തായിരുന്നു? പാത്ത് യൂണിയൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻഡസ്കേപ്പ് കളർ പാലറ്റിന്റെ ഇടത്തെ അറ്റത്തായി എക്സ് എന്ന അടയാളം എന്ത് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു? നമ്മളത് മുമ്പ് പ്രാക്ടിക്കലിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ സർക്കിളിലെ ഫിൽ കളർ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടെയുള്ള ക്ലോസ് ബട്ടൺ. അപ്പൊ അതിനുള്ളിലെ കളർ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഏതെങ്കിലും ഒരു കളറിൽ ക്ലിക്ക് ചെയ്ത് ആ കളർ അവിടെ വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു ബോർഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഷിഫ്റ്റില് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഏതാണോ കളർ വേണ്ടത് ആ കളർ ക്ലിക്ക് ചെയ്താൽ എത്രയാണോ സ്ട്രോക്ക് വിഡ്ത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഡിഫോൾട്ട് ആയിട്ടുള്ള വിഡ്ത്ത് പ്രകാരമുള്ള ഒരു ബോർഡർ ഇവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വേറെ കളർ കൊടുക്കുകയാണെങ്കിൽ ആ കളറിലേക്ക് എടുക്കാൻ പറ്റും. അതിന് ആ ബോർഡർ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ബോർഡർ വരുത്തിക്കാനും കളയാനും അതേപോലെ ഫിൽ കളർ കളയാനും ഓപ്ഷൻ ഉണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ബോർഡർ കളറാണ് പോവുക, അല്ലാതെ വെറുതെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഉള്ളിലുള്ള ഫിൽ കളറാണ് പോവുക. ഇങ്ക്സ്കേപ്പിലെ കളർ പാലറ്റിന് ഇടത്തെ അറ്റത്തായി കാണുന്ന എക്സ് അടയാളം എന്താവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു? ചിത്രത്തിന്റെ നിറം ഒഴിവാക്കാൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ച ഒബ്ജക്റ്റുകളെ ഒന്നിച്ചു ചേർക്കാൻ താഴെ പറയുന്ന സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ഇത് നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്കിൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് കൊടുക്കുന്നു. ഈ രണ്ട് ഓപ്ഷനിലൂടെ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ച ഒരു ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ നിറം ഒഴിവാക്കാൻ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം? എന്തൊക്കെയായിരുന്നു ഉപയോഗിക്കാൻ പറ്റുക? കളർ പാലറ്റിലെ ഇടത്ത അറ്റത്തിലെ എക്സിൽ ക്ലിക്ക് ചെയ്യുക, ഫിൽ ടാബില് നോ പെയിന്റ് ക്ലിക്ക് ചെയ്യുക. ഈ രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ കളറിനെ ഒഴിവാക്കാൻ പറ്റും. ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ സ്വതന്ത്ര വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതെല്ലാമാണ്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ വരുന്നത് സ്വതന്ത്ര ഇമേജിംഗ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇങ്ക്സ്കേപ്പും ലിബ്രെ ഓഫീസ് ഡ്രോയും ആണ്. പിന്നെ ഈ ഒരു ചാപ്റ്ററില് പിന്നെ നോക്കാനുള്ളത് ഈ ഒരു വിൻഡോ. ഈ വിൻഡോയില് ഈ തന്നിരിക്കുന്ന ടൂൾസ് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അതിന്റെ ഫംഗ്ഷനും നോക്കി വെക്കണം. അതുപോലെ തന്നെ ഓരോ ടൂൾ ബോക്സിന്റെ നെയിം, ഇവിടെ ടൂൾ കൺട്രോൾ ബോക്സ് ഉണ്ട്, മെനു ബാർ ഉണ്ട്, കളർ പാലറ്റ്, പേജ് ബോർഡർ, അങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വിൻഡോ കണ്ടാൽ ഇങ്ക്സ്കേപ്പ് ആണെന്നും ഇതിന്റെ അകത്തുള്ള ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്താണെന്നും നമ്മൾ നോക്കി വെക്കാം. പിന്നെ ഉള്ളത് SVGയുടെ ഫുൾ ഫോം പറഞ്ഞു. ഇവിടെ ഇതിവിടെ ഉണ്ട്. കൺട്രോൾ കീകൾ ഒരുമിച്ച് അമർത്തി പിടിച്ച് അല്പം വലിപ്പം കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. ഇത്രയാണ് ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് വായിച്ചു പോവാ. ഇനി